നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്സിൻ്റെ ദുരന്തം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശക്തമായിട്ട് പറയുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല. പൂർണ്ണ ഉപവാസം, ശുദ്ധ ഉപവാസം, പച്ചവെള്ളം പോലും കഴിക്കാതെ 24 മണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് യാതൊരു അപകടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, വാക്സിൻ കൊണ്ടുണ്ടായ ദുരന്തമോ മറ്റു തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളോ ഇല്ലാതാകും. ഇത് നിങ്ങൾ ചെയ്യണം. അപ്പൊ 24 മണിക്കൂർ കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. നാളെ രാത്രി 8 മണിയാകുമ്പോൾ 24 മണിക്കൂറായില്ലേ? ആ 24 മണിക്കൂർ നിങ്ങൾ ഒന്നും കഴിക്കരുത്. ചായയോ കാപ്പിയോ ഒന്നും കഴിക്കരുത്. പച്ചവെള്ളം പോലും കഴിക്കാതെ ഇരിക്കൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൊണ്ട് ചെയ്യേണ്ട ജോലിക്ക് പോകണ്ടേ, പണിക്ക് പോകണ്ടേ, ചെയ്യാം. ഒന്നും വരില്ല. കാരണം അതിനുള്ള സ്റ്റോറേജ് ഈ ശരീരത്തിലുണ്ട്. അങ്ങനെ 24 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് നാളെ രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസോ ഒരു ഗ്ലാസ് കരിക്കുമ്പോഴോ കഴിക്കുക. അല്ലെങ്കിൽ വെറും ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ വെറും പച്ചവെള്ളം കഴിച്ചാലും മതി. അടുത്ത ദിവസം രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് 36 മണിക്കൂറായി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. യു വിൽ ബി ഓൾ റൈറ്റ്. ഞങ്ങൾക്കിതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. ഉപവാസത്തെ പറ്റിയും വ്രതാനുഷ്ഠാനങ്ങളെ പറ്റിയും ധാരാളം പറയാനുണ്ട്. ഇവിടെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇതൊരു സാധ്യത മോഡേൺ സയൻസ് ആണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുന്ന ഞാൻ പറയുന്നത്. മോഡേൺ സയൻസ് അല്ലാതെ വേറെ ഒരു അനുഷ്ഠാനമോ ഗോത്രവർഗത്തിന്റെ ഒരു സംഭാവനയായിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടല്ല പറയുന്നത്. മോഡേൺ സയൻസ് പറയുന്നു ആധുനിക ശാസ്ത്രത്തിന്റെ സകല പ്രോട്ടോകോളും അനുസരിച്ച് കണ്ടുപിടിച്ച വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് 24 മണിക്കൂർ. ഇനിയിപ്പം നിങ്ങൾ ഒരു വീടായിട്ട് മുഴുവൻ വീട്ടിലുള്ള എല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെലക്റ്റഡ് ഡേ, മാസത്തിൽ 2 ദിവസം സെലക്ട് ചെയ്യുക. ഒന്നുകിൽ ഫസ്റ്റ് ഈ പറയുന്ന പോലെ ഏകാദശി, ഹിന്ദു സഹോദരങ്ങൾക്ക് ഏകാദശി എടുക്കാം. മറ്റു മതസ്ഥർക്ക് വേണേ, ക്രിസ്ത്യാനികൾക്ക് വേണേ ഒന്നിടവിട്ട വെള്ളിയാഴ്ചകൾ എടുക്കാം. കൂട്ടമായിട്ട്, അതായത് ഒരു വീട് പൂർണ്ണമായിട്ട്. അന്ന് അടുപ്പിൽ പുകയിടണ്ട, തീ കത്തിക്കണ്ട, ഗ്യാസ് കത്തിക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട സകല പണികളും നമ്മുടെ ശരീരത്തെ കൊണ്ട് ചെയ്യാൻ പറ്റും. 2-3 ആഴ്ച മുമ്പ് ഞാനിത് ഒന്ന് പരീക്ഷിച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് കൂടിയാണ് ഇത് പറയുന്നത്. എനിക്ക് വയസ്സ് 80 ഞാൻ എന്നെ കൊണ്ട് ശരീരത്തെ കൊണ്ട് ചെയ്യേണ്ട സകല പണിയും പറമ്പിലും എൻ്റെ പശുക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ്. അന്ന് രാത്രി 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ചാണ് അത് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് ചെയ്യാതെ അല്ല പറയുന്നത്. നമുക്കിത് ചെയ്യാനുള്ള സന്നദ്ധത ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുക. നിങ്ങൾക്ക് ഭയം കൂടാതെ ഒരു ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്സിൻ്റെ ദുരന്തം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശക്തമായിട്ട് പറയുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല. 24 മണിക്കൂർ പച്ചവെള്ളം പോലും കുടിക്കാതെ നിങ്ങൾ ഉപവസിക്കാൻ തയ്യാറായാൽ ഈ പറയുന്ന വാക്സിനേഷൻ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി ഉണ്ടാവുകയില്ല. വാക്സിൻ എടുത്തവർ മാത്രമല്ല സകലരും ഇന്ന് ഭീതിയിലാണ്. എന്നാൽ കുഴഞ്ഞു വീഴുമെന്നോ ദുരന്തം സംഭവിക്കുമെന്നുള്ള ഭയം ഒട്ടും തന്നെ വേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾ വാക്സിൻ എടുത്തവരാണെങ്കിലും അല്ലെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ദുരന്തമുണ്ടാകുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ ഇത് അനുഷ്ഠിക്കുക. വേറെ യാതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല.